ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ പൗരന്മാരുടെയും സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു പത്തക്ക രേഖയാണ് പാൻ കാർഡ്. ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതുകൊണ്ട് നികുതി വെട്ടിപ്പ് തടയുവാൻ സാധിക്കും. ഒരു തിരിച്ചറിയ രേഖയായും പാൻ കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതിനെല്ലാം പുറമെ മറ്റെന്തെല്ലാം ഉപയോഗം പാൻ കാർഡ് കൊണ്ട് ഉണ്ട് എന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കാൻ ഇന്ന് ബാങ്കുകൾ പാൻ കാർഡ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രവാസികൾ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം സൂക്ഷിക്കാനായി NRO അക്കൗണ്ട് ആരംഭിക്കുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. ഡിമാൻഡ് അക്കൗണ്ട് ആരംഭിക്കണമെങ്കിലും പാൻ കാർഡ് നിർബന്ധമാണ്. ഫിക്സഡ് ഡിപ്പോസിറ്റ് വഴി ലഭിക്കുന്ന പലിശ 40,000 രൂപയിൽ കൂടിയാൽ 10% നികുതി ഈടാക്കും. പാൻ കാർഡ് നൽകാത്തവരാണെങ്കിൽ നികുതി 20% അധികം നൽകണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് 50,000 രൂപയിൽ കൂടുതൽ തുക പണമായി നിക്ഷേപിക്കുന്നതിനും ചെക്കിനും ഡ്രാഫ്റ്റിനും പാൻ കാർഡ് ആവശ്യമാണ്. ഹോട്ടൽ ബില്ലിനായി 50,000 രൂപയിൽ കൂടുതൽ തുക നൽകുമ്പോഴും പാൻ കാർഡ് വിവരം ആവശ്യമാണ്. ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ വർഷത്തിൽ 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ നിക്ഷേപിക്കുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ്. 2 വീലർ വാങ്ങുന്നതിനും 5 ലക്ഷം രൂപയിൽ കൂടുതൽ തുകയുടെ സ്വർണം വാങ്ങുന്നതിനും 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള വസ്തു ഇടപാടിനും പാൻ കാർഡ് ആവശ്യമാണ്. വർഷത്തിൽ 50,000 രൂപയിൽ കൂടുതൽ പ്രീമിയം അടവുള്ള ലൈഫ് ഇൻഷുറൻസിൽ ചേരുന്നവർക്കും പാൻ കാർഡ് ഒരു അവശ്യ ഘടകമാണ്. വിദേശ കറൻസി വാങ്ങുന്നതിന് പണമായി 50,000 രൂപയുടെ ഇടപാട് നടത്തിയാലും പാൻ കാർഡ് ആവശ്യമായി വരും. നികുതി അടയ്ക്കുന്നവർക്ക് മാത്രമല്ല പാൻ കാർഡ്, ഏതൊരു സാധാരണക്കാരനും പാൻ കാർഡ് ആവശ്യമായി വരും എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.